ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വരണ. സോ ഞാൻ ഇന്നിവിടെ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ്. എൻ്റെ ഒരു മറന്നു, ആദ്യം തന്നെ മറന്നു. ഞാൻ എന്തിനാ ഇവിടെ വന്നിരുന്നേന്ന് തന്നെ മറന്നുപോയി. ഞാൻ ഇന്നിവിടെ എൻ്റെ വെയ്റ്റ് ലോസ് ജേണി, അല്ലെങ്കിൽ അത് ജേണി ആയിട്ട് പറയാൻ മാത്രം ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ആദ്യം ഷെയർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ. പിന്നെ എനിക്ക് എൻ്റേതായ കുറച്ച് ഓഡിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഷെയർ ചെയ്യാന്നുള്ളത്. സോ നമുക്ക് അധികം ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ കൊല്ലം ഏകദേശം ഈ ഒരു സമയമൊക്കെ ഒരുപാട് ബോഡി ഷേമിങ്ങും കുത്തുവാക്കുകളും ഒക്കെ കേട്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ നല്ല കമ്മിയായിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ചില കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടു, എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ കണ്ടു. സോ ഞാൻ അതിലോട്ട് വരാം. കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഷോർട്ടാക്കിയിട്ടാട്ടോ പറയുന്നത്. ആദ്യം തന്നെ എനിക്ക് പാറ്റേൺ ടു പി സി ഒ ഡി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പി സി ഒ ഡി ഉണ്ടായിരുന്നോ? ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഒരു 20 മുതൽ 30 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഈ പി സി ഒ ഡി ആയാലും പി സി ഒ എസ് ആയാലും. എല്ലാവർക്കും വരണം എന്നില്ല. ചിലവരിലുണ്ടെങ്കിലും തനിയെ ബോഡി കൺട്രോൾ ചെയ്ത് പോകും. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഹോർമോൺ ചേഞ്ചസ്, നമ്മുടെ വരുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ്. സോ അത് കൺട്രോൾ ചെയ്യേണ്ടതും അതിൻ്റെ കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതും അതിന് മെഡിസിൻസ് വേണമെന്നില്ല കേട്ടോ. ആക്ച്വലി ഇത് അറിഞ്ഞ സമയത്ത് എല്ലാവർക്കും അങ്ങനെ ഒന്നുമില്ല. ഞാനും അപ്പോൾ അത് ആലോചിച്ച് ടെൻഷനായിട്ടോ. പക്ഷെ അത് വളരെ സിമ്പിളായിട്ടുള്ള സിമ്പിളൊന്നും പറയാൻ പറ്റില്ല. നമുക്കതിലോട്ട് വരാം. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. സോ എല്ലാവരും എന്നെപ്പോലെ കുറച്ച് പേരൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ എൻ്റെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് കുറേ പേര് പറയാറുണ്ട്. സോ അതൊക്കെ കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് വിചാരിച്ചത് കേട്ടോ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. അവർ തടിക്കാനും തുടങ്ങും. അഖിലേട്ടനും തടിച്ചിരുന്നു. പക്ഷേ അഖിലേട്ടൻ ഹൈറ്റ് ഉള്ളത് കൊണ്ടും അഖിലേട്ടന് കവിളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ടും കുറച്ച് കവിളും കുറച്ച് തടിയൊക്കെ വെച്ചപ്പോൾ ആൾ നന്നായിട്ട് ഭംഗി വെച്ചു. അപ്പോൾ അത് അത്രയും വിസിബിൾ ആയിരുന്നില്ല. ആൺകുട്ടികളും തടിക്കും, പെൺകുട്ടികളും തടിക്കും. അത് സ്വാഭാവികമാണ്. കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും ആ ഒരു ചേഞ്ച് വരണം. എല്ലാവരിലും വരണം എന്നില്ല, എന്നാലും വരും. അത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, കല്യാണം കഴിഞ്ഞു, അപ്പം നമുക്ക് ആ ഒരു മെൻ്റലി നമ്മൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഹോർമോൺ ചേഞ്ചസ്, സ്ട്രെസ്സ്, ഇതൊക്കെയാണ് നമ്മളെ ഇതിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. അതിൻ്റെ കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ പി സി ഒ ഡി ആണെങ്കിലും പി സി ഒ എസ് ആണെങ്കിലും രണ്ടും ഒന്ന് CBSE സ്കൂള്, ഒന്ന് സ്റ്റേറ്റ് സ്കൂൾ, ഇതിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. പി സി ഒ ഡി ഒക്കെ നമ്മൾ വിചാരിച്ചാൽ ഈസിലി കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ്. PCOS എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതും നിർബന്ധമായ ഒരു കാര്യമല്ല. നമ്മളത് വിചാരിക്കാതിരുന്നാൽ മതി, അത്രേ വ്യത്യാസമുള്ളൂ. പണ്ട് കാലത്തൊന്നും ഈ ഒരു അസുഖങ്ങളില്ല. കാരണം എന്താ, പണ്ട് കാലത്ത് നമ്മൾ അരി അരയ്ക്കുന്നത് മെയിൻലി നമ്മൾ ഇടുപ്പിളകി പണി ചെയ്യാത്ത കൊണ്ടും ഇങ്ങനെ വരാം. അതുപോലെ തന്നെ നമ്മൾ അരി അരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതുപോലെ തുടയ്ക്കുന്നത് ഇപ്പോഴൊക്കെ ചപ്പയാണ്. മുന്നേ നമ്മൾ നിലത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് തുടക്കിയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ ഇതാണ് ഇതിനുള്ള മെയിൻ സൊല്യൂഷനായിട്ട് ഞാൻ കണ്ടെത്തിയത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത്. സോ അങ്ങനെയാണ് സംഭവം. അപ്പോൾ എനിക്ക് വലിയൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കാണിച്ച ഡോക്ടേഴ്സിന് ഇത് പേടിക്കാനില്ല. തൻ്റെ ലൈഫിൽ വന്ന ചേഞ്ചസ് പിടിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഇതിനൊന്നുമില്ല. ഞാനിവിടെ ഹോമിയോപ്പതി ക്ലിനിക്കിലാണ് കാണിച്ചത്, കൽപ്പാത്തിയിലുള്ളത്. നല്ലൊരു ഡോക്ടറായിരുന്നു. നമ്മളെ ലിഫ്റ്റ് ചെയ്തു. ആ സമയം ഡീമോട്ടിവേഷൻ ചെയ്ത കുറേ ആൾക്കാരുണ്ടാവും. അതിൽ നിന്ന് എന്നെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്ത ഒരാളാണ് ആ ഡോക്ടർ. പിന്നെ ഞാൻ ആ ഡോക്ടറെ കണ്ടിട്ടൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് പോയി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തനിക്ക് തൻ്റെ ബോഡി 1-2 മാസമാണ് ഞാൻ ഇത് അറിയാതെ സഫർ ചെയ്തത്. എനിക്ക് കുറച്ചൊരു 10 days പീരിയഡ്സ് ഡിലേ ഉണ്ടാവും. അതായിരുന്നു വ്യത്യാസം, ഒരു 10 days. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു 10 days അങ്ങോട്ടായാലും 10 days ഇനിയിപ്പോൾ ഇങ്ങോട്ടായാലും അതും വലിയൊരു കാര്യമല്ല. കാരണം ചിലപ്പോൾ നമ്മുടെ ചേഞ്ചസ് വരുന്നത് കൊണ്ട് ഇങ്ങനെ ഡിലേ വരാം. സോ അത് ആലോചിച്ചിട്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് നേരത്തെ വരാം, കുറച്ച് വൈകി വരാം. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. സോ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.
പെൺകുട്ടികളിൽ ആദ്യം ഏജ് അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും, നന്നായിട്ട് തടിക്കും. ഞാൻ എൻ്റെ ഏജ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തടിച്ചൊരാൾ. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിയുന്ന സമയത്ത് ഉണ്ടായൊരു ഹോർമോൺ ചേഞ്ചസ് കാരണമായിരുന്നു എനിക്ക് വ്യത്യാസങ്ങൾ വന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ ചിലവരിൽ 40 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 45 വയസ്സിന് ശേഷമൊക്കെ മെനോപാസ് ചേഞ്ചസ് വരും. അങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് നമ്മൾ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഹോർമോൺ ചേഞ്ചസ് നടക്കുന്നത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രം. അത് ആലോചിച്ച് സ്ട്രെസ്സായാൽ നമ്മൾ സ്ട്രെസ്സായിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് സംഭവിച്ചത്, ഞാൻ ഇങ്ങനെ ആൾക്കാരുടെ ചോദ്യങ്ങളും കുത്തുവാക്കുകളും കേട്ട് ഞാൻ എന്നെ തന്നെ സ്ട്രെസ്സാക്കാൻ വേണ്ടി തുടങ്ങി. ഈ സ്ട്രെസ്സ് ചില കാര്യങ്ങളോടുള്ള ഒബ്സെഷൻ തുടങ്ങി. അതായത് ഇവരൊക്കെ എന്നെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഡീമോട്ടിവേഷനും പല തരത്തിലുള്ള ബോഡി ഷേമിംഗ് ആണ് ഞാൻ അനുഭവിച്ചത്. അതൊക്കെ അവർ തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും നമുക്കപ്പോൾ ഹോർമോൺ ചേഞ്ചസ് നടക്കുമ്പോൾ നമുക്ക് മെൻ്റലി നമ്മൾ ഓക്കെ അല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ കേൾക്കും കൂടി ചെയ്യുമ്പോൾ തല പിരുത്ത് പോവുകയാണ്. അപ്പോൾ ആ ഒരു ഇതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾക്ക് വേറെ എന്തിനോടെങ്കിലും ഒബ്സെഷൻ കൂടും. അങ്ങനെ എനിക്ക് ഒബ്സെഷൻ കൂടിയ ഒരു സംഭവമായിരുന്നു ബ്രൗണീസും ഷേക്കും. ഇതൊക്കെ ഒരുപാട് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അതായിരുന്നു എന്നെ പാറ്റേൺ ടു PCODയിലേക്ക് ലീഡ് ചെയ്തത്. എനിക്ക് കല്യാണം കഴിഞ്ഞുള്ളൊരു ചെറിയൊരു തടി വെച്ച സമയത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് വീണ്ടും പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ സ്ട്രെസ്ഡായി, ഒബ്സെഷൻ കൂടി, അതെന്നെ ഇതിലേക്ക് ലീഡ് ചെയ്തു. അപ്പോൾ ഞാൻ എന്നെ തന്നെ ലീഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. സോ എൻ്റെ സ്ട്രെസ്സായിരുന്നു എന്നെ ഇതിലേക്ക് എത്തിച്ചത്. സോ അത് ആദ്യം ഞാൻ കണ്ടുപിടിച്ചു. അപ്പം ഞാൻ ചെയ്ത കാര്യം, ആദ്യം തന്നെ എൻ്റെ ഇതിൽ ചെയ്തൊരു കാര്യം, അതുപോലെ തന്നെ എൻ്റെ എല്ലാവർക്കും നിൻ്റെ വെയിറ്റ് ചെക്ക്, വെയിറ്റ് എത്രയാണ്, നീ എത്ര വെയിറ്റ്, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരും. ആക്ച്വലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഹൈറ്റിനുള്ള വെയിറ്റ് അല്ല എനിക്കുണ്ടായിരുന്നത്. അതായിരുന്നു എൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് വന്നത്. സോ അത് നമ്മൾ കുറച്ചെടുക്കുക. നമുക്കിപ്പോൾ ആ ഒരു സമയം ഇതെന്താ കത്തി വെച്ച് വെട്ടി മുറിക്കുന്ന സംഭവമാണ്, നീ കുറഞ്ഞില്ലല്ലോ, അങ്ങനെ ഒരുപാട് എന്നെ ബോഡി ഷേമിങ് ചെയ്തതൊക്കെ ഓരോരുത്തർ പറഞ്ഞതും എനിക്ക് ഓർമ്മ ഉണ്ട്. പക്ഷേ അതൊന്നും പറയുന്നില്ല, കാരണം അത് വീണ്ടും പറഞ്ഞ് എന്തിന്, കഴിഞ്ഞ കാര്യമല്ലേ. സോ അതിൽ നിന്ന് അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ്സാണ് എന്നെ മെയിനായിട്ട് ഇതിലേക്ക് ലീഡ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്ത കാര്യം, ഇങ്ങനെ പറയുന്ന ആൾക്കാരെ പാടെ അവോയ്ഡ് ചെയ്തു. അവർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അവരോടുള്ള കോൺവെർസേഷൻ കമ്മിയാക്കി. എന്നെ ആരാണോ ഹാപ്പി ആക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ആരാണോ ഹാപ്പിനെസ് തരുന്നത് അവരോട് മാത്രമുള്ള സംസാരത്തിലേക്ക് ഞാൻ ഫസ്റ്റ് പോയി. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ആദ്യം നമ്മൾ മൈൻഡ് ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ബ്രൗണീസും ഷേക്സും ഒഴിവാക്കി. അതായിരുന്നു മെയിൻ 2 ഘടകങ്ങൾ. അത് രണ്ടും പാടെ ഒഴിവാക്കി. ബാക്കി ഫുഡിലൊന്നും ചേഞ്ചസ് കൊണ്ടുവന്നില്ല. സമയത്തിന് ഫുഡ് കഴിച്ചു. സമയത്തിന് നമ്മൾ ഫുഡ് കഴിക്കുക. അതായത് ഇന്ന ഒരു ടൈം വെച്ചാൽ അടുത്ത ദിവസവും അതേപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക. പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. കൂടുതൽ പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. നല്ല ഉറങ്ങാൻ വേണ്ടി തുടങ്ങി. പിന്നെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഡാൻസറായിരുന്നു. ആ സമയത്ത് സ്ട്രെസ്സ് കൂടിയിട്ട് ഡാൻസ് ക്ലാസ്സസ് അടക്കം ഞാൻ എടുക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങി. എൻ്റെ കുറേ ഡാൻസ് വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുറേ ഡാൻസ് കളിക്കാൻ തുടങ്ങി. കൂടുതൽ ഡാൻസ് ക്ലാസ്സസ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് കൂടുതൽ അങ്ങനെ എനിക്ക് എക്സസൈസായിട്ട് ഞാൻ എടുത്തത് ഈ ഡാൻസ് ആയിരുന്നു. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജിം ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ജിമ്മിൽ പോയാൽ മേ ബി ഓവർ സ്ട്രെസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളൊന്ന് മൈൻഡ് റിലീഫായ ശേഷം മാത്രം ജിമ്മിലോട്ട് പോവുക. ഇനിയിപ്പോൾ ചിലവർക്കേ അങ്ങനെ സംഭവിക്കുള്ളൂ. ജിമ്മിനെക്കാട്ടിലും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക ഒന്നില്ലെങ്കിൽ ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ സുംബ ഡാൻസ്, അല്ലെങ്കിൽ യോഗ വളരെ നല്ലതാണ്. സൂര്യ നമസ്കാരം അതും ഞാൻ ചെയ്തിരുന്നു കേട്ടോ. സൂര്യ നമസ്കാരം യൂട്യൂബ് നോക്കിയിട്ട് തന്നെ ചെയ്തത് ശരിയല്ലെങ്കിലും യൂട്യൂബ് നോക്കിയിട്ട് പറ്റുന്ന പോലെ ഭയങ്കര ഒരു റിലാക്സേഷൻ, ബോഡിക്ക് ഒരു റിലാക്സേഷൻ കൊടുത്ത് സ്ട്രെസ് ഫ്രീ ആക്കി. എൻ്റെ കാരണം സ്ട്രെസ്സായിരുന്നു. അതുതന്നെ ആയിരിക്കും മിക്ക പെൺകുട്ടികളിലും ഉണ്ടാവും. പക്ഷെ എന്താണ് ആ സ്ട്രെസ്സ്, എന്തുകൊണ്ടാണ് ആ സ്ട്രെസ്സ് വരുന്നതെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിന് നമ്മൾ ആദ്യം നമ്മളെ തന്നെ മാറ്റിയെടുക്കുക, നമ്മൾ സെൽഫ് ലവ് കൊടുക്കുക. അപ്പം തന്നെ അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പിന്നെ എനിക്ക് നെക്സ്റ്റ് മന്ത് തൊട്ട് തന്നെ സ്ട്രെസ് ഫ്രീ ആയപ്പോൾ തന്നെ, സ്ട്രെസ് ഫ്രീ പ്ലസ് സെൽഫ് ലവ്, നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്നിൽ കുറേ അധികം ചേഞ്ചസ് വന്നു. തനിയെ നമ്മുടെ ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടി പ്രത്യേകിച്ച് ഡയറ്റിങ് ചെയ്തിട്ടില്ല.
വർക്കൗട്ടുകളില്ല, എക്സസൈസ് ഒന്നും കഠിനമായിട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മൈൻഡിനെ കൂളാക്കി ഇഷ്ടപ്പെട്ടവരോട് സംസാരിച്ച് ഇങ്ങനെയൊക്കെയാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത്. അതിലിപ്പോൾ ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഫുഡ് പാടെ ഒഴിവാക്കി, പുറത്ത് പോയി കഴിക്കുന്നത് പക്കാവായിട്ട് ഒഴിവാക്കി ഹോംലി ഫുഡ് മാത്രം കഴിക്കാൻ വേണ്ടി തുടങ്ങി. അത്ര മാത്രമേ ഉള്ളൂ എനിക്കൊരു ഈ ഒരു ചേഞ്ചസ് വരാനുള്ള കാരണം. സോ ഇത് ഇന്ന് മിക്ക പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഇങ്ങനെ തടിച്ചു എന്ന് പറയുമ്പോഴേക്കും ആദ്യം ജിമ്മിലോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയല്ല വേണ്ടത്. ആദ്യം എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇപ്പോൾ അത് PCOD ആയിക്കോട്ടെ, PCOS ആയിക്കോട്ടെ, ഇത് വരാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനെ ഫസ്റ്റ് ട്രീറ്റ് ചെയ്ത ശേഷം മാത്രം എക്സസൈസിലേക്കും ഡയറ്റിങ്ങിലും ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. PCOS ആണെങ്കിലും PCOD ആണെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതം ഹാപ്പിയാക്കി ഒരു ഒരു കറക്റ്റായിട്ടുള്ളൊരു സൈക്കിള് നമ്മൾ ജീവിതചര്യകളൊക്കെ കറക്റ്റാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമാണ്. അത് നമുക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സൊക്കെ കുറേ മെഡിസിൻസ് എഴുതി തരുന്ന സമയത്ത് നമ്മൾ പേടിക്കുന്നത് എന്തോ ആണ്, അങ്ങനെ ഒന്നുമില്ല. ഫസ്റ്റ് നമ്മളിൽ ഫോക്കസ് കൊടുത്താൽ ഈ 2 സാധനങ്ങളും പാടെ ഒഴിവാകും. പിന്നെ ചീര, മുരിങ്ങ, ഇലക്കറികൾ കൂടുതൽ കഴിക്കുക, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കഴിക്കുക. അതാണ് മെയിൻ അടുത്തൊരു കാര്യമായിട്ട് വരുന്നത്. ഇതൊക്കെ തന്നെ എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാനിത് ഒറ്റയ്ക്ക് പറയുന്നതല്ല. ഞാൻ അങ്ങനെ ചെയ്തു, അതെനിക്ക് റെഡിയായി. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും റെഡിയാവും. നമ്മൾ പകുതി ഡോക്ടറെ വിശ്വസിക്കുക, താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് നമ്മുടെ പഴയ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റായിട്ട് ഒന്നുകൂടെ ഞാനിത് പറഞ്ഞിപ്പോൾ PCOD ആണ്, ഒന്നും കൂടെ പറഞ്ഞ് ഇത് കൺക്ലൂഡ് ചെയ്യുക. PCOD ആണെങ്കിലും PCOS ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും നമ്മളത് പേടിക്കേണ്ട കാര്യമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനുള്ള കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുക ഫസ്റ്റ്. അതിനുശേഷം നല്ല ഉറക്കം, നല്ല ഫുഡ്, നല്ല എക്സസൈസ്, നല്ല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇന്ന് പകുതി വഴിയിൽ സ്റ്റോപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. ആരോടും മിണ്ടില്ല എന്നുള്ളത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെ നമ്മൾ തന്നെ ടൈമും എഫേർട്ടും എടുത്ത് അവർക്ക് നമ്മൾ സംസാരിക്കാൻ സമയമുണ്ടാക്കുക, അവരുമായിട്ട് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ആരാണോ നമ്മളെ മൈൻഡ് റിലാക്സ് ചെയ്യുന്നത്, അങ്ങനെ നമ്മുടെ ലൈഫ് നമ്മൾ ഹാപ്പി ആക്കി ഹെൽത്തി ആക്കി കൊണ്ടുപോവുക. പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ ജീവിതം എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് സ്ട്രെസ് ആവാതെ ആ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാനും മാത്രമുള്ളൊരു പേഴ്സണെ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിൽ വെക്കുമ്പോൾ അത് പെരുകി വരും. അതിനാണ് ഈ ഒരു സംസാരിക്കാനുള്ളൊരു പേഴ്സണെ ഉണ്ടാക്കിയെടുക്കുക, അവരോട് സംസാരിക്കുക. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡയറ്റിങ് കാര്യങ്ങൾ, ഫുഡിൽ ശ്രദ്ധിച്ചത് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക, വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുക, ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. നമ്മൾ ഇത് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവും. അപ്പം ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക, മൂത്രം ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മളെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇതിപ്പോൾ ആൺകുട്ടികൾ കേട്ടാലും പെൺകുട്ടികൾ കേട്ടാലും നല്ലത് തന്നെയാണ്. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ അവരുടെ സഹോദരിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ അവരെ ഹാപ്പി ആക്കാനുള്ള വഴികൾ കണ്ടെത്തി കൊടുത്ത് അതിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ അവരുടെ പാർട്ട്ണറായാലും സഹോദരി ആയാലും അതൊന്ന് പെട്ടെന്ന് തന്നെ, നമ്മളിപ്പോൾ ഈ ഒരു കാര്യം ആലോചിച്ച് എനിക്കിത് അങ്ങനെ ഇരിക്കരുത്. അതൊക്കെ സിമ്പിൾ, അത് എല്ലാവർക്കും വരും. ഇന്ന് കോമൺലി കണ്ടുവരുന്നൊരു സംഭവമാണ്. 28-30 വയസ്സിൻ്റെ ഉള്ളിൽ ഏകദേശം എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനൊരു ഇത് വരാറുണ്ട്. പക്ഷെ അതിനുള്ള കാരണം കണ്ടെത്തുക, അത് നമ്മൾ ട്രീറ്റ് ചെയ്യുക. സെൽഫ് ലവ്, മെയിനായിട്ട് നമ്മുടെ സെൽഫ് ലവ് ഒക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ചില കാര്യത്തിന് സാക്രിഫൈസ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ പക്ഷെ കുറച്ച് സെൽഫ് ലവ് കൊടുത്തിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരുപാട് സാക്രിഫൈസ് ചെയ്യാതെ നമ്മളെ ബാധിക്കുന്നതൊക്കെ ആണെങ്കിൽ അത് പാടെ ഒഴിവാക്കി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. അപ്പോൾ എൻ്റെ മെയിനായിട്ട് ഇഷ്ടമുള്ളൊരു ഹോബിയാണ് ഡാൻസിങ് എന്നുള്ളത്. ആ ഡാൻസിങ് ഈ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഞാൻ ടോട്ടലി മറന്നു. എനിക്ക് ഒന്നും ഓർമ്മ തന്നെ ഇല്ല, ക്ലാസ്സസ് എടുക്കില്ല. പക്ഷെ വീണ്ടും നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യം, ഓക്കെ ഇതെൻ്റെ ഡാൻസ് ഇത്രയും കാലം, അങ്ങനെ ഡാൻസിനെ ഫോക്കസ് ചെയ്തു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യം, ഇഷ്ടപ്പെട്ട പ്രവർത്തികളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പൊടിതട്ടി എടുക്കുക. അതൊക്കെ ഇതിനൊരു മെഡിസിൻ ആയിട്ട് തന്നെ പറയും. പിന്നെ കുറച്ച് ആൾക്കാരുമായി സംസാരിച്ച് നമ്മളെ
എന്തെങ്കിലും പറയുന്നവരെയൊക്കെ പാടെ അവോയ്ഡ് ചെയ്ത് നല്ല കുറച്ച് ഹ്യൂമൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് എൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക വെയ്റ്റ് ലോസ് ജേണി, അല്ലെങ്കിൽ എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാനുണ്ടായ സാഹചര്യം കുറേ പേര് ഇത് സഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്കൊരു 5 കിലോ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. 5 കിലോ കുറയ്ക്കുന്നത് വളരെ എളുപ്പമായിരുന്നു. ചിലവരെന്നോട് സ്റ്റോറി പറയുന്ന സമയത്ത് 12 കിലോ 18 കിലോ ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്, കുറയ്ക്കാൻ കഷ്ടമാണ്. ഒന്നുമില്ല, കുറയ്ക്കാൻ കഷ്ടമാണെന്ന് നമ്മളൊരു 2 കിലോ കുറച്ചാൽ അത് നമ്മുടെ കഠിനാധ്വാനമാണ്. മെല്ലെ മെല്ലെ അത് കുറയ്ക്കാൻ പറ്റുള്ളൂ, വെട്ടിച്ചെത്തി എടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ജിമ്മിന് പോകാൻ ഇഷ്ടമല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണോ, 1 മണിക്കൂർ നിങ്ങളുടെ വീട്ടിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അതുപോലെ എന്താ പറയുക, ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ, അവരോട് സംസാരിക്കാൻ വേണ്ടി പോവുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഈവൻ ഓവർ സ്ട്രെസ്ഡ് ആണ് ജിമ്മിൽ പോകുമ്പോൾ എന്നുള്ളത് അവിടേക്കൊന്നും പോവരുത്. നമ്മൾ യോഗ, മെയിനായിട്ട് എനിക്ക് യോഗ, സുംബ അങ്ങനെയൊക്കെ ഉള്ളൂ. ഡാൻസ് വിത്ത് ദീപ്തി എന്നുള്ളത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്നാണ് പിന്നീട് എനിക്ക് കുറച്ചിങ്ങനെ റിലാക്സേഷൻ, നമുക്ക് ബോളിവുഡ് വർക്കൗട്ടൊക്കെ ചെയ്യുക. പിന്നെ എന്നോട് കുറേ പേര് വർക്കൗട്ടിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അങ്ങനെ വർക്കൗട്ടിൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ചെറിയ ചെറിയ വർക്കൗട്ട്സൊക്കെ ഡെയിലി ചെയ്യാറുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. കുറച്ച് വർക്കൗട്ട്, നല്ല ഫുഡ്, നല്ല ഉറക്കം, ഇഷ്ടപ്പെട്ടവരുമായിട്ട് സംസാരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു 5 പോയിൻ്റ് ഓർമ്മിച്ച് 5 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ എന്ത് തന്നെ ആണെങ്കിലും, PCOD ആണെങ്കിലും PCOS ആണെങ്കിലും നമ്മൾ തടിച്ചതാണെങ്കിലും മെലിഞ്ഞതാണെങ്കിലും എല്ലാം നമുക്ക് പറത്തി വിടാൻ വേണ്ടി പറ്റും. തടിച്ചവരെ പോലെ തന്നെ മെലിഞ്ഞവരും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പം മെലിഞ്ഞവർ അതും വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം ഓരോരുത്തരെ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ പോലെ. 5 വിരൽ ഒരുപോലെ ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് മനുഷ്യരെല്ലാവരും ഒരുപോലെ ആയി എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാവുമോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുമ്പം നമ്മുടെ കുറ്റം നമ്മൾ കാണുന്നില്ല. ആരും ആരെയും കുറ്റം പറയാനുള്ള യോഗ്യതയൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ നെഗറ്റീവ്സും അവരുടേതായ പോസിറ്റീവ്സും ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ കുറ്റം മാത്രം പറയണവരാണെങ്കിൽ അവരെ പാടെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, കുറച്ച് ഇങ്ങനെ നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കാനൊക്കെ തുടങ്ങുക. സോ ഇതാണ് എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്. ഇതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം എല്ലാവരും ചോദിക്കുന്നൊരു ഘടകം, ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ജിമ്മിലൊക്കെ പോയോ? ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു റൂട്ടീൻ കറക്റ്റാക്കി, ഞാൻ എങ്ങനെ ആയിരുന്നോ അത് തന്നെ വീണ്ടും ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എൻ്റെ പ്രശ്നം, ഈ സ്ട്രെസ് ആവാനുള്ള കാരണം കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ കൊടുത്തു. അപ്പോൾ ഞാൻ സ്ട്രെസ് ആവാനുള്ള കാരണം ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ പാർട്ട്ണറിനോടായിരുന്നു. അപ്പോൾ എൻ്റെ പാർട്ട്ണർ ഭയങ്കര അധികം സപ്പോർട്ട് ചെയ്തു. സോ ആളുടെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ട് ഭയങ്കര എളുപ്പമായിട്ടായിരുന്നു ഞാൻ ഈ ഒരു ജേർണിയിൽ കൂടെ പോയത്. പൊതുവേ ഇതൊക്കെ ഉള്ളവർക്ക് ഒരുപാട് സ്ട്രെസ്സാവാനും അതൊക്കെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആരും മനസ്സിലാക്കുന്നില്ല. അതൊരു തരം സ്ട്രെസ്സാണ്. അതെങ്ങനെ പറയാന്നുള്ളതും എനിക്കറിയില്ല. പറ, എന്താണ് എൻ്റെ വെയിറ്റ് ലോസിനെ കുറിച്ച് പറയാനുള്ളത്? സമാധാനപരമായ ഭർത്താവുള്ള ഓക്കെ, ശരി. തന്നെയായിരുന്നു അടുത്തൊരു ടിപ്പ്. നമ്മൾക്ക് ഇങ്ങനെ സ്ട്രെസ് ആവുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പം നമ്മുടെ പാർട്ട്ണർ ഭയങ്കര, കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നമ്മുടെ പാർട്ട്ണറും കൂടെ സപ്പോർട്ട് ചെയ്താൽ ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഇന്ന് ഒട്ടുമിക്ക പെൺകുട്ടികളും ഇത് അനുഭവിക്കുന്ന ഒരു ഘടകമാണ്. സോ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ ആരാന്ന് നിങ്ങൾക്കറിയാം. സോ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ വീണ്ടും പൊടി തട്ടിയെടുക്കുക. നിങ്ങൾക്കുള്ള ഊർജം കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വേറൊരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അവർക്കൊക്കെ ഒരു പകുതി. അപ്പം നിങ്ങളെ തന്നെ ലിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. ഇത് ഞാൻ വെയിറ്റ് ലോസ് എന്നതിനുപരി ചിലവർക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല. പക്ഷെ നമ്മൾ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആവണം. അത് റിലീഫ് ചെയ്യണം. നമ്മൾ സെൽഫ് ലവ് കൊടുക്കുക കേട്ടോ. സോ ഇത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. കമൻറ്റ് ചെയ്ത് പറയണം എന്തായാലും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.